പാകിസ്ഥാനിലേക്ക് രഹസ്യ നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം ഇന്ത്യ കുറച്ചുകൂടി ജാഗ്രതയോടെയാണ് ആ സമീപനത്തെ എടുത്തിരിക്കുന്നത്. നോക്കൂ, പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും കറാച്ചിയിലും അവിടെയുള്ള എയർ ബേസുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ എയർ ബേസുകളിൽ വല്ലാതെ പിരിമുറുക്കമുണ്ട്. അതായത് ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണോ എന്ന് സൂക്ഷ്മമായി വീക്ഷിക്കാൻ തന്നെയാണ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി പാകിസ്ഥാനെ ബേസ് ചെയ്തുകൊണ്ട് ചൈനയും തുർക്കിയും ചില മൂവ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സർവത്ര ഡീറ്റെയിൽസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ടെററിസ്റ്റ് മേഖലകൾ പലതും വീണ്ടും പരിപൂർണമായ ഫുൾ സ്വിങ്ങിലേക്ക് വരുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ വിവരമറിയിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി കടുപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബ്രിക്സ് സമ്മേളനം നടക്കാനിരിക്കെ പാകിസ്ഥാൻ എടുക്കുന്ന നീക്കങ്ങളെല്ലാം ഇന്ത്യ ഏറ്റവും ഗൗരവമേറിയ കാര്യമായി തന്നെയാണ് വീക്ഷിച്ചു വരുന്നത്. തുർക്കിയും ചൈനയും ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. അതിൽ തുർക്കി ഉൾപ്പെടെ പാകിസ്ഥാനും സൗദിയും കൂടെ ചേർന്ന് നടത്താൻ പോകുന്ന സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക നമ്മുടെ രാജ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ ഒരിക്കലും അംഗീകരിക്കാനോ അവരെ ഒരു രീതിയിലും വിശ്വാസത്തിലെടുത്താനോ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ഏതൊക്കെ ഡിമാൻഡുകളായിരുന്നാലും അത് ഒരു സമിതിയിലും ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ലാൻഡ് കൈവശപ്പെടുത്തി പാക് അധീന കശ്മീർ എന്ന് പറഞ്ഞ് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന പാകിലെ ഭീകര ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ നീക്കം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷഭരിതമായ സാഹചര്യം മുതലെടുക്കാൻ എങ്ങനെ പറ്റും എന്ന് പരമാവധി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തുർക്കിയും പാകിസ്ഥാനും. ഗൾഫ് മേഖലയിലെ സംഘട്ടനങ്ങളിൽ ഒരു പരിധിവരെ അവിടെ ഇറാൻ മുന്നേറി നിൽക്കുമ്പോഴും പാകിസ്ഥാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള തനതായിട്ടുള്ള ശ്രമങ്ങളാണ്. പണ്ടേ അതിനവർ വിരുദ്ധരാണല്ലോ. പക്ഷേ ഇത്തവണ പ്ലാൻ പാളും. ബ്രിക്സ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യം റഷ്യയുടെ പിന്തുണ, അതുപോലെ തന്നെ ബ്രിക്സ് കറൻസി ഇറക്കുമോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ പാക് ഭീകരവാദ പ്രശ്നവും ഒരു അന്തർദേശീയ വിഷയമായി ഉന്നയിക്കാൻ തന്നെയാണ് നമ്മുടെ രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്.